Hello everyone, welcome to my channel. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചാബി സമൂസയാണ്. നമുക്ക് ഇത് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അതിനടുത്ത് വരുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യണം. എന്നിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കൂടി വേണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കും എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അയമോദകം ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചാബി സമൂസയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഇത് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒരിക്കലും കൂടി പോവരുത്. പിന്നെ മാവ് നന്നായി സോഫ്റ്റ് ആവുകയും ചെയ്യരുത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ മാവ് കുഴക്കുമ്പോൾ അത് നന്നായി സോഫ്റ്റ് ആയിരിക്കണം. പക്ഷെ നമ്മൾ പഞ്ചാബി സമൂസയ്ക്ക് വേണ്ടി കുഴക്കുമ്പോൾ മാവ് അത്ര തന്നെ സോഫ്റ്റ് ആവേണ്ടതില്ല. ഇതുപോലെ നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 30 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി പഞ്ചാബി സമൂസയിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ആക്കി എടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്താൽ മതിയെന്ന് മുമ്പ് പറഞ്ഞത്. ഇനി നമുക്ക് അതിലേക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാവ് നമുക്ക് ഒന്നുകൂടി കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോ ചെറിയ ബൗൾസാക്കി മാറ്റി വെക്കാം. നമ്മൾ ബൗൾസാക്കി മാറ്റി വെക്കുമ്പോൾ അതിന് മുകളിൽ നനഞ്ഞ ഒരു തുണി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളുടെ മാവ് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഓരോ ബോളും പരത്തി ഒരു ഓവൽ ഷേപ്പ് ആക്കി എടുക്കാം.
ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഇത് രണ്ടായി കട്ട് ചെയ്തെടുക്കാം. മടക്കി വെച്ചതിൽ നിന്ന് ഒരു പീസ് എടുത്ത് അതിൻ്റെ ഈ സൈഡിലായിട്ട് ചെറുതായി വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഇതുപോലെ മടക്കി നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കയ്യിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായി ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ മടക്കാം. ശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്നിച്ച് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ അതിൻ്റെ സൈഡ് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ നന്നായി ചൂടാവേണ്ടതില്ല. എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമൂസയുടെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഉള്ളൊന്നും നന്നായി തന്നെ വെന്ത് കിട്ടുകയില്ല. അപ്പോൾ നമ്മളിത് എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് വെച്ചിരിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സമൂസകളും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രീൻ ചട്നി എങ്ങനെ റെഡിയാക്കും എന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് പുതിന ഇലയും മല്ലിയിലയും ഒരു മിക്സിയുടെ ജാറിലിടാം. അതിലേക്ക് നമുക്ക് ഒരു മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം.
ഞാൻ ഇതിൽ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുമ്പ് ഇടാൻ മറന്നു പോയതാണ്. ശേഷം നന്നായി അടിച്ചതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതാ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സമൂസയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.